ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ്. ഇത് നിങ്ങൾക്കൊരു ഹെയർ പാക്ക് ആയിട്ടാണെങ്കിലും യൂസ് ചെയ്യാം, അല്ലാതെ ഒരു നാച്ചുറൽ ഷാമ്പൂ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. നമ്മുടെ സ്കാൽപ്പും നമ്മുടെ മുടിയൊക്കെ അത്രയ്ക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ സഹായിക്കുന്ന ഒരു നല്ല പാക്കാണിത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറച്ച് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് തയ്യാറാക്കി എടുക്കുന്നത്. നമ്മുടെ സ്കാൽപ്പ് നല്ലപോലെ ക്ലീൻ ആയിട്ട് ഇരിക്കുമ്പോഴേ പുതിയ മുടികളൊക്കെ ഉണ്ടാവുള്ളൂ, മുടി കൊഴിഞ്ഞു പോകുന്നതും ഒക്കെ കുറയ്ക്കാൻ പറ്റുള്ളൂ. നമുക്ക് മെയിനായിട്ടും മുടി കൊഴിച്ചിലൊക്കെ കൂടുതലാകാനുള്ള കാരണം സ്കാൽപ്പിലുള്ള പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ സ്കാൽപ്പ് ആദ്യം ക്ലിയർ ചെയ്ത് വെച്ചാൽ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാക്കാണിത്. പിന്നെ ഇതിൻ്റെ കളറ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങളുടെ മുടിയൊക്കെ നല്ല കറുപ്പ് കളറായി കിട്ടാനൊക്കെ സഹായിക്കും. നരച്ച മുടിയുള്ളവരൊക്കെ ഇത് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോഴേക്കും മുടിക്ക് ആ ഒരു നരയൊക്കെ മാറിയിട്ട് കറുപ്പ് കളറ് കിട്ടാനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നാച്ചുറലായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ്. പിന്നെ കുറച്ചൊരു തണുപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ തണുപ്പ് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ നോക്കാം. യൂസ് ചെയ്താൽ എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുന്നതെന്നൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് അടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് പാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ചെമ്പരത്തിയാണ്. അപ്പം നിങ്ങൾക്ക് ഏത് ചെമ്പരത്തി വേണമെങ്കിലും എടുക്കാം. ഞാനെപ്പോഴും പറയുന്നത് ചുവന്ന കളറിലുള്ള ചെമ്പരത്തി എടുക്കാനാണ്. ഇതിപ്പോൾ അടുക്കടുക്കായിട്ടുള്ള ആ ഒരു ചെമ്പരത്തിയാണ്, 5 ഇതളുള്ളതല്ല. അപ്പോൾ ഇങ്ങനെ ചുവന്ന കളറിൽ ഏതായിട്ട് വരുന്നതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 4 ചെമ്പരത്തിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അളവിലൊന്നും വലിയ കാര്യമില്ല, നിങ്ങൾക്ക് കൂടുതൽ കിട്ടുകയാണെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യാം. പിന്നെ ചെമ്പരത്തിയൊക്കെ കുറച്ച് തണുപ്പുള്ളതാണ്. അപ്പോൾ തണുപ്പ് അധികം പറ്റാത്തവർ കുറഞ്ഞ അളവിൽ ഇത് എടുത്താൽ മതി. അപ്പോൾ ഇനി ഇത് ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ ഇതള് മാത്രമായിട്ട് എടുക്കാം. ഇതിപ്പം മഴ പെയ്തതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കഴുകുന്നില്ല കേട്ടോ, അതിലുള്ള പൊടിയൊക്കെ പോയിട്ടുണ്ടാകും. അതുകൊണ്ട് കഴുകാതെ ഇതള് മാത്രമായിട്ടാണ് എടുക്കുന്നത്. മുടിക്ക് കുറച്ചുകൂടെ നല്ല കറുപ്പ് കളറ് കിട്ടാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതിൽ നല്ലത് ചുവപ്പ് ചെമ്പരത്തി തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നമ്മുടെ സ്കാൽപ്പ് നല്ലപോലെ ഇത് ക്ലീൻ ആക്കി എടുക്കും, മുടി നല്ല സോഫ്റ്റ് ആക്കും. ഭയങ്കര റഫായിട്ടുള്ള മുടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടെക്സ്ചറൊക്കെ ഒന്ന് മാറിയിട്ട് സോഫ്റ്റും സ്മൂത്തും ആയി കിട്ടാനൊക്കെ സഹായിക്കും. പിന്നെ ഏറ്റവും മെയിനായിട്ട് പറയാനുള്ളത് ഇത് നല്ലപോലെ മുടി കൊഴിച്ചിൽ കുറയ്ക്കുന്നതാണ്. പിന്നെ പുതിയ മുടികൾ വളർന്നു വരാനും ഇതൊത്തിരി സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ചെമ്പരത്തി ഉണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് നോക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് കയ്യോന്നിയാണ്. അപ്പോൾ കയ്യോന്നിയൊക്കെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. കയ്യോന്നി നമുക്ക് വെള്ളമുള്ള സ്ഥലത്തു നിന്നാണ് കൂടുതലായിട്ട് കിട്ടുക. അതായത് ഇങ്ങനെ പാടത്തും പറമ്പിലും ഒക്കെ കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ നമുക്കിത് എളുപ്പത്തിൽ വീട്ടിലും വളർത്തിയെടുക്കാം. ഇതിൻ്റെ ഈ ഒരു ചെടിയിൽ തന്നെ കുറേ വിത്തുകളുണ്ടാകും. അപ്പോൾ ആ ഒരു വിത്തൊക്കെ ഒന്ന് മണ്ണിലിട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് അധികം വെയിലില്ലാത്ത ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ വളർന്നു കിട്ടുന്നതാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും ആ ഒരു വിത്തുകൾ പാറിയിട്ട് പുതിയ പുതിയ തൈകളൊക്കെ ഉണ്ടായി വരും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത്രയും കയ്യോന്നിയാണ് എടുത്തിട്ടുള്ളത്. കയ്യോന്നിക്കും തണുപ്പ് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ തണുപ്പ് പറ്റാത്തവർ കയ്യോന്നിയും കൂടുതലായിട്ട് എടുക്കേണ്ട, 1-2 തണ്ടൊക്കെ എടുത്താൽ മതി. അപ്പോൾ ഇനി ഇതും നന്നായിട്ട് കഴുകിയിട്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത്, നമുക്ക് വേനൽക്കാലത്തൊക്കെ നമ്മുടെ മുഖം നന്നാക്കാനും അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഏറ്റവും നല്ല ഒന്നായിട്ടുള്ള അലോവേരയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു തണ്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലുള്ള മുള്ളൊക്കെ കളഞ്ഞ് അതിൻ്റെ മുകൾ ഭാഗത്ത് തൊലിയും നീക്കി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് ഞാൻ തലേ ദിവസം പറിച്ച് വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കറയൊക്കെ ഒന്ന് പോയിട്ടുണ്ടാവും. നിങ്ങൾ ഇത് ഹെയർ പാക്ക് ഉണ്ടാക്കുന്ന തൊട്ട് മുന്നേ പറിക്കുന്നത് ഒഴിവാക്കിയിട്ട് തലേ ദിവസമൊക്കെ ഒന്ന് പറിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇട്ടിട്ടുണ്ടാകുന്ന ആ ഒരു ചൊറിച്ചിൽ ഇല്ലാതാക്കാം. ചിലവർക്ക് ഇതിൻ്റെ കറ സ്കാൽപ്പിലോ അല്ലെങ്കിൽ സ്കിന്നിലോ എവിടെയെങ്കിലും ആയിക്കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ചൊറിച്ചിലുണ്ടാവാറുണ്ട്. അത് ഉടനെ തന്നെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ അതെല്ലാം പോക്കിയിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ജെല്ല് മാത്രമായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മുടെ അടുത്ത പരിപാടി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കലാണ്. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു അരയ്ക്കുന്നതിൻ്റെ കൂടെ കുറച്ച് കഞ്ഞിവെള്ളം ചേർത്തിട്ട് വേണമെങ്കിലും അരച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല. ആദ്യം തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെമ്പരത്തിയുടെ ഇതൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള കയ്യോന്നിയും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നമ്മുടെ അലോവേരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അലോവേരയിൽ തന്നെ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ വെള്ളം ഇത് അരച്ചെടുക്കാൻ ചേർത്ത് കൊടുക്കേണ്ട. പിന്നെ പാക്കൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കൺസിസ്റ്റൻസിയിലാണ് ഇടേണ്ടത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന പാക്കിൽ ഒരുപാട് വെള്ളമൊന്നും ഉണ്ടാവില്ല, കുറച്ചൊരു തിക്കായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസായിട്ടുള്ള ആ ഒരു ഇതിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. പച്ചവെള്ളം ചേർത്ത് അരയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്, കാരണം ഇതെല്ലാം തണുപ്പുള്ളതാണ്. അപ്പോൾ ഇനി കഞ്ഞിവെള്ളത്തിന് പകരമായിട്ട് തിളപ്പിച്ചാറിയിട്ടുള്ള ചൂടാറിയിട്ടുള്ള വെള്ളം നിങ്ങൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ ഇതെല്ലാം കൂടെ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഹെയർ പാക്ക്. ഇതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അത് നല്ലൊരു ഡാർക്ക് കളറിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാൻ സഹായിക്കും. കറുപ്പ് കളർ കുറഞ്ഞിട്ടുള്ളവർക്ക് ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതലായിട്ട് സഹായിക്കുന്നതാണ്. കറ്റാർവാഴ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടിക്ക് നല്ല സോഫ്റ്റ് സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചർ കിട്ടാനും മുടി വളരാനും മുടിക്ക് ഉള്ളു വയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. പിന്നെ അതുകൂടാതെ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനും സഹായിക്കും. പ്രത്യേകിച്ചും ഈ ഒരു ചൂടുകാലം ആയതുകൊണ്ട് തന്നെ നമ്മൾ മൊത്തത്തിൽ ആ ഒരു ഹീറ്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ എല്ലാവർക്കും കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് തലയ്ക്ക് തണുപ്പ് കിട്ടുന്ന കാര്യങ്ങൾ യൂസ് ചെയ്താൽ നമുക്ക് മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ പറ്റും. കയ്യോന്നി പുതിയ മുടികൾ വളരാൻ ഏറ്റവും നന്നായിട്ട്, അതായത് മുടിക്ക് ഉള്ളു കുറവുള്ളവർക്കൊക്കെ മുടി നല്ല കട്ടിയിൽ വളർന്നു കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. മുടി കൊഴിച്ചിലും കുറയ്ക്കും. പിന്നെ നാച്ചുറലായിട്ട് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും സഹായിക്കും. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ചെമ്പരത്തിയും ഇതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ കുറച്ച് മുടി നന്നായിട്ട് വളരാനും പുതിയ മുടികൾ വളർന്നു വരാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയി കിട്ടി. ഇനി ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ വേറൊരു സ്റ്റെപ്പും കൂടി ചെയ്യുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെയർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുന്നേ ആയിട്ട് തലയോട്ടിയിൽ എണ്ണയൊക്കെ തേച്ച് നന്നായിട്ട് പിടിപ്പിക്കുക. അതിനുശേഷം 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ ഒന്നിച്ച് ഒരു സമയം തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ എനിക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ദിയൂസിൻ്റെ ഹെയർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തരാം. പിന്നെ ഉടനെ തന്നെ ഇത് നിങ്ങൾ യൂസ് ചെയ്യരുത്. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം ഈ ഒരു പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യം മുടിയിലെ കെട്ടൊക്കെ കളയുക, മുടിയൊക്കെ ഒന്ന് ചീകി വൃത്തിയാക്കുക. എന്നിട്ട് ഓരോ വകച്ചിലായിട്ട് എടുത്തിട്ട് നിങ്ങളവിടെ സ്കാൽപ്പിലേക്ക് ആദ്യം നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ്. അല്ലെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് നിങ്ങളുടെ മുടിയിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് മുടിക്ക് മൊത്തമായിട്ട് നല്ല കറുപ്പ് കളർ കിട്ടണം എന്നാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ മുടിയുടെ അളവ് എത്രയാണോ ആ ഒരു ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ എടുക്കുക. എന്നിട്ട് മുടി മുഴുവനായിട്ടും തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. പിന്നെ തണുപ്പ് അധികം പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു 10 മിനിറ്റിൽ കൂടുതലായിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ടത്. ചെറിയ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തണുപ്പ് പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ഒരു 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് തന്നെ കുറഞ്ഞ സമയം വെച്ച് കൊടുത്താൽ മതി. മാക്സിമം ടൈം അരമണിക്കൂറാണ്. കുളിക്കുന്ന സമയത്ത് നിങ്ങളിത് കഴുകി അപ്പോൾ അരമണിക്കൂറിന് ശേഷം കുളിക്കുമ്പോൾ ഇത് കഴുകിയെടുക്കുകയാണ് വേണ്ടത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഈ ഒരു നീര് മാത്രമായിട്ട് ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ തുണിയിൽ അരിച്ചെടുത്തിട്ടോ ആ ഒരു നീര് മാത്രമായിട്ട് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ അരിച്ചെടുക്കാതെ ഇതേ രീതിയിൽ യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. കുറച്ചും കൂടെ ഒരു പാക്ക് എന്നുള്ള രീതിയിലും ഷാമ്പൂ എന്നുള്ള രീതിയിലും ഒക്കെ റിസൾട്ട് കിട്ടുന്നത് നമുക്ക് ഈ ഒരു പാക്ക് ഇതുപോലെ അപ്ലൈ ചെയ്യുന്ന സമയത്താണ്. ഒരുപാട് ഡ്രൈ ആവാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കിത് കഴുകി കളയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളിത് വാഷ് ചെയ്ത് കളയുക.
ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മുടിയുടെ ടെക്സ്ചർ മൊത്തത്തിൽ മാറ്റാനും മുടി കൊഴിച്ചിലൊക്കെ കുറച്ച് മുടിയൊക്കെ നന്നായിട്ട് വളർത്തിയെടുക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു പാക്കാണിത്. അപ്പോൾ ഈ ഒരു പാക്ക് അല്ലെങ്കിൽ നാച്ചുറൽ ഷാമ്പു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ ചോദിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്